സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിലേറ്റത് 5 കുത്തുകളെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. സുഹൃത്താണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആശുപത്രി രേഖകളിൽ ഉണ്ട് എന്ന പുതിയ വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം മകനാണ് സെയ്ഫിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നായിരുന്നു ആദ്യം വിശദീകരിക്കപ്പെട്ടിരുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, സുഹൃത്താണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്ന വിവരം ഇപ്പോൾ വരുന്നു, അതല്ല തന്റെ മകനാണ് എന്ന വിവരമാണ് പുറത്തു വന്നത് എന്ന് വരുന്നു. ഒരു ചർച്ചക്കുറവാണല്ലോ. നേരത്തെ പോലീസും ഡോക്ടർമാരും പറഞ്ഞ കാര്യത്തിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിലവിൽ ഈ ലീലാവതി ആശുപത്രി പോലീസിന് കൈമാറിയിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായിട്ടും 5 മുറിവുകൾ സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിലുണ്ട്, കുത്തേറ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പുറകിൽ, കൈമുട്ടിൽ, കയ്യിൽ, കഴുത്തിൽ എന്നുള്ള കാര്യമാണ്. അത് 1 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ആഴത്തിലാണ് ഈ മുറിവുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. 6 കുത്തുകൾ എന്നുള്ള കാര്യമായിരുന്നു ആദ്യം മുതൽ തന്നെ പോലീസും ഡോക്ടർമാരും പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇബ്രാഹിം അലി ഖാൻ സെയ്ഫ് അലി ഖാൻ്റെ മൂത്ത മകനാണ്. അദ്ദേഹമാണ് സെയ്ഫിനെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്ന്. ഈ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ നിന്നും 15 മിനിറ്റ് ദൂരമാണ് ഈ ലീലാവതി ആശുപത്രിയിലേക്കുള്ളത്. അവിടെ എൻട്രി ചെയ്തിരിക്കുന്നത്, ഈ അഡ്മിഷൻ എൻട്രിയിലുള്ളത് 4:11 പുലർച്ചെ 4:11 എന്നുള്ള സമയം കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2:33 ഈ ആക്രമണം നടന്ന് ഈ അക്രമി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 15ഓ 20ഓ പോട്ടെ, ഒരു അരമണിക്കൂറെങ്കിലും ശേഷം എത്തേണ്ടത്. പ്രത്യേകിച്ചും ഡോക്ടർമാരടക്കം 3 മണിയോടെ അദ്ദേഹത്തെ എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനും വിരുദ്ധമാണ്, ആ മൊഴിക്കും വിരുദ്ധമാണ് നിലവിൽ ഈ ആശുപത്രി രേഖകളിലുള്ളത്. ആശുപത്രി രേഖകൾ മാത്രമല്ല, അത് പോലീസിന് FIR രേഖപ്പെടുത്താൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇത്. അതിൽ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്, അഭ്യൂഹങ്ങൾ സ്വാഭാവികമായിട്ടും വരുമെന്നുള്ള കാര്യമാണ്. ഇതിലടക്കം ഇനി എത്തിച്ച സമയവുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേട്, ആരാണ് എത്തിച്ചത് എന്നതിൽ ഒരു സംശയം. ഒപ്പം തന്നെ 15 സെന്റിമീറ്റർ ഒക്കെ ആഴത്തിൽ മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം ഗുരുതരമായ മുറിവാണ്. അങ്ങനെ ഒരാളാണ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ കൂളായിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്തിലെ പൊരുത്തക്കേട് അത് വളരെ പ്രധാനമാണ്. ഈ ചിലപ്പോൾ അക്രമി അല്ലെങ്കിൽ മോഷണത്തിന് വേണ്ടി അവിടെ ഒരാൾ എത്തി, അയാൾ തന്നെ ആയിരിക്കും കസ്റ്റഡിയുള്ളത്. അയാൾ 2:15 പോയെങ്കിൽ പിന്നീട് ഇത്രയും സമയം ആശുപത്രി പിന്നീടാണോ? അത് 2-2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആശുപത്രിയിലേക്ക് എത്താനാണ് ഇത്രയും സമയം എടുത്തത്. അപ്പോൾ പിന്നീടാണ് കുത്തേറ്റത് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് കുത്തിയത് എന്നൊരു സംശയം അത് ബലപ്പെടുന്നുണ്ടോ? പലതരത്തിലുള്ള സംശയങ്ങളും ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ ഇതിനോടകം അഭ്യൂഹങ്ങൾ വന്നു, അതിന് കുറച്ചുകൂടി ചൂട് പകരുന്നതാണ് ഈ റിപ്പോർട്ട്. ഒപ്പം തന്നെ സെയ്ഫ് അലി ഖാന്റെ മൊഴിയിലുള്ള ചില കാര്യങ്ങൾ. 2:30-നും 2:40-നും പുലർച്ചെ 2:30-നും 2:40-നും ഇടയിൽ ചില ശബ്ദങ്ങൾ കേട്ട് അദ്ദേഹം ഓടിപ്പോയി. അതായത് ഇളയ മകൻ ജഹാംഗീറിൻ്റെ മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് അദ്ദേഹം ഓടിപ്പോയി. അവിടെ ഒരു കള്ളനെ കണ്ടു. ആ കള്ളനെ മുറുകെ പിടിച്ച സമയത്ത് പലതവണ അദ്ദേഹം കത്തിയെടുത്ത് പുറകിൽ കുത്തി. അങ്ങനെയാണ് തനിക്ക് പരിക്കേറ്റതെന്നും കയ്യിൽ നിന്നും കള്ളൻ വഴുതിപ്പോയതെന്നാണ് പോലീസിന് മുന്നിൽ അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ. പക്ഷേ ആ CCTVയിലുള്ള ദൃശ്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2:33 തന്നെ ഈ കള്ളൻ, ഈ അക്രമി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നതായിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ സെയ്ഫ് അലി ഖാനെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്തും വ്യത്യാസമുണ്ട്. ഈ സംഭവിച്ചിരിക്കുന്ന പരിക്കുകൾ, മുറിവുകൾ, അതിൻ്റെ ആഴം, ഒപ്പം തന്നെ കൊണ്ടുവന്ന ആൾ, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആലോചനകളും സംശയങ്ങളും ഉരുത്തിരിയാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടി അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ലീലാവതി ആശുപത്രി അധികൃതർ അടക്കം ഇതിലൊരു വിശദീകരണം നൽകിയതുണ്ടാകും. ഒരുപക്ഷെ പോലീസ് അവരെ ഇനിയും, ഈ ഡോക്ടർമാരെ അടക്കം ഇനിയും ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ വിളിപ്പിക്കുകയും എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ. ശരി, എന്തായാലും മൊത്തത്തിലൊരു പുകയായി നിൽക്കുന്നു ഈ കേസ് എന്നതാണ്.